അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിൻ്റെ വളരെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് വിശുദ്ധ റമദാനിൽ ഓരോ പത്തിലും നമ്മൾ പ്രത്യേകമായി ചൊല്ലേണ്ട ദിക്റുകളും അവയുടെ അർത്ഥവും, അതേപോലെ വിശുദ്ധ റമദാനിൽ എല്ലാ ദിവസവും ചൊല്ലേണ്ട ദിക്റിൻ്റെ അർത്ഥവും, റമദാനിൽ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായ ദുആ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളും അവയുടെ അർത്ഥവുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ആദ്യം വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ 10 നമ്മിൽ നിന്ന് ഈ വർഷം കഴിഞ്ഞുപോയി. ഒന്നാമത്തെ 10 നിരന്തരമായി റബ്ബായ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യത് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ എന്നുള്ളതാണ്. അല്ലാഹുമ്മർഹംനി, അള്ളാഹുവെ നീ എനിക്ക് റഹ്മത്ത് നൽകണം. യാ അർഹമർ റാഹിമീൻ, അങ്ങേയറ്റം റഹ്മത്ത് ചെയ്യുന്നവനായ, അതായത് റഹ്മത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്നവനായ റബ്ബായ അള്ളാഹുവെ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം, കരുണ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തത്. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഈ റമദാനിൻ്റെ ഒന്നാമത്തെ 10 കഴിയുമ്പോൾ റഹ്മത്ത് കഴിഞ്ഞു പോയി എന്നുള്ളത് നമ്മൾ ആരും വിചാരിച്ചു പോകരുത്. കാരണം വെച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നൊന്നും നിലകൊള്ളുന്നതാണ്. ഈ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക. നമ്മളിന് എത്ര നല്ലവരായി ജീവിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് അവസാനം നന്നായി മരിക്കാൻ, നമുക്ക് സ്വർഗപ്രവേശനം ലഭ്യമാകാൻ ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം വേണം. അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. പശ്ചിമേഷ്യ യുദ്ധഭീതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യുദ്ധമെന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് സമാധാനം നൽകുന്ന ഒരു കാര്യമല്ല. ഗൾഫ് നാടുകളിലൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് അവിടെ ജോലികളും അതേപോലെ കച്ചവടങ്ങളും ഒക്കെയായി കഴിഞ്ഞു പോകുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ലോകത്തുള്ള മനുഷ്യർക്ക് സമാധാനവും അതേപോലെ വലിയ സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ 10 കഴിഞ്ഞു പോയി. രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ദുആ, അതായത് ഒന്നാമത്തെ 10 റഹ്മത്തിൻ്റെ 10 എന്നാണ് വിശേഷിപ്പിക്കാം. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10 എന്നാണ് വിശേഷിപ്പിക്കാം. മഗ്ഫിറത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ സ്വാഭാവികമായിട്ടും അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഈ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരണം. അങ്ങനെ പുറത്തു കൊടുക്കുന്ന പ്രത്യേകമാക്കപ്പെട്ട ഒരു 10 മഗ്ഫിറത്തിൻ്റെ 10. അപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ ചോദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അല്ലാഹുമ്മ ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഫിർലി, അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണം, ദുനൂബി എൻ്റെ ദോഷങ്ങൾ, യാ റബ്ബൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവെ. അപ്പോൾ ലോകരക്ഷിതാവായ അള്ളാഹുവെ നീ എനിക്ക് എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണമെന്ന് നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ് ഈ 10 നമ്മൾ ചെയ്യേണ്ടത്. ഈ ദുആ എപ്പോഴൊക്കെ ചെയ്യാമെന്നുള്ള വിഷയമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ഈ റമദാനിൻ്റെ രണ്ടാമത്തെ 10 സ്റ്റാർട്ട് ചെയ്യുന്നത് പലരുടെയും കൺഫ്യൂഷനാണ്. അതായത് റമദാനിൻ്റെ 10ാമത്തെ നോമ്പ് കഴിഞ്ഞു. ആ 10ാമത്തെ നോമ്പ് കഴിഞ്ഞു 11ാമത്തെ രാവ് മഗ്രിബ്, അതായത് 10ാമത്തെ നോമ്പ് നമ്മൾ നോമ്പ് തുറക്കലോടുകൂടെ അല്ലെങ്കിൽ മഗ്രിബ് ബാങ്ക് വിളിക്കലോടുകൂടെ 11ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ആ 11ാമത്തെ രാവ് മുതൽ 20ാമത്തെ നോമ്പിൻ്റെ അവസാനം വരെ, അതായത് 20ാമത്തെ നോമ്പ് നമ്മൾ തുറക്കാനൊരുങ്ങുന്ന ആ സമയമുണ്ടല്ലോ, മഗ്രിബ് ബാങ്ക്, ആ മഗ്രിബ് ബാങ്ക് വരെയാണ് ഈ രണ്ടാമത്തെ 10 നിലകൊള്ളുക. അപ്പോൾ രണ്ടാമത്തെ 10 നമ്മൾ കൂടുതലായി ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേ വേണം. അപ്പോൾ അല്ലാഹുമ്മ ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നുള്ള ദിക്ർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി റമദാൻ 21ാമത്തെ രാവ് മുതൽ അവസാനം വരെ, റമദാനിൻ്റെ അവസാനം വരെ റമദാനിൻ്റെ 3ാമത്തെ 10ലൂടെയാണ് നമ്മൾ കടന്നു പോകാം. ഈ 3ാമത്തെ 10 പ്രത്യേകമായും നരകമോചനം ലഭ്യമാകുന്ന 10. അപ്പോൾ അല്ലാഹുമ്മ തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്നുള്ള ദിക്റും, അതേപോലെ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദിക്റുമാണ് നമ്മൾ അധികമായി ചൊല്ലേണ്ടത്. അല്ലാഹുവെ യഗ്തിഖ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണം.
വഅദ്ഖിൽനി, നീ എന്നെ പ്രവേശിപ്പിക്കണം, വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ നീ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അപ്പോൾ നരകത്തിൽ നിന്ന് മോചനം വേണം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം വേണം. ഇതിനു വേണ്ടി പ്രത്യേകം നമ്മൾ ദുആ ചെയ്യാണ് റമളാന്റെ അവസാന തപ്പത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഒരു ദുആ കൂടി നമ്മൾ അധികരിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്ർ പല ആളുകൾക്കും ചെല്ലാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക, തീർച്ചയായിട്ടും നീ, അല്ലാഹുവിനോട് നമ്മൾ പറയാണ്, ഇന്നക, തീർച്ചയായിട്ടും നീ, അഫുവുൻ, മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ, അതായത് മാപ്പ് നൽകലിനെ, തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നവനാണ്, അൽ അഫ്വ, മാപ്പ് നൽകലിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി, അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് നൽകണേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, ഒരു ദുആവും കൂടിയാണ് ഇത്. ഈ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ലൈലത്തുൽ ഖദറൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് റമളാന്റെ അവസാനത്തെ 10 ഒറ്റയാക്കപ്പെട്ട രാവുകളിലൊക്കെ ഈ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദിക്ർ നമ്മൾ അധികമായി ചൊല്ലേണ്ടതാണ്. ആ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇനി റമളാനിൽ നമ്മൾ എപ്പോഴും ചെല്ലുന്ന ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ എന്നുള്ളത്. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമുക്കറിയാം അഷ്ഹദു, ഞാൻ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായിട്ടും ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്ന്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക്കൽ ജന്നത, തീർച്ചയായിട്ടും ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, വ അഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇത് നമുക്ക് എപ്പോഴും ചെല്ലാം. ഇനി പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കാം. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ദുആ ചെയ്യും. ആ ദുആ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന ദിക്റും അതേപോലെ അതിന് ശേഷം നമ്മൾ ദുആ ചെയ്യും. ആ ദുആ ഒക്കെ കഴിഞ്ഞതിന് ശേഷം റമളാനിൽ എപ്പോഴും ചൊല്ലുന്ന ദിക്ർ 3 പ്രാവശ്യങ്ങളിൽ ചൊല്ലാം. അതേപോലെ ഓരോ പത്തുകളിലും അതാത് പത്തുകളിൽ പ്രത്യേകമാക്കപ്പെട്ട ദിക്ർ അത് കഴിഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം ചൊല്ലാം. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഈ റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി നോമ്പ് തുറന്ന ഉടനെ നമ്മൾ ചെയ്യുന്ന ദിക്റാണ് അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കുക, ഈ ദിക്റിന്റെ അർത്ഥം തന്നെ അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക സുംതു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു, വ അലാ റിസ്ഖിക, നിന്റെ റിസ്കിന്റെ മേലിൽ അഫ്തർതു, ഞാൻ നോമ്പ് മുറിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ദിക്ർ നമ്മൾ പറയേണ്ടത് നമ്മൾ നോമ്പ് മുറിച്ച ഉടനെയാണ്, അതായത് നോമ്പ് മുറിക്കുന്ന ഘട്ടത്തിലല്ല. അപ്പൊ നമ്മൾ ആദ്യം ബിസ്മിയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഈത്തപ്പഴം നമ്മൾ കഴിച്ച് നോമ്പ് മുറിക്കും. ആ നോമ്പ് മുറിച്ച ഉടനെയാണ് ഈ ദിക്ർ നമ്മൾ പറയേണ്ടത്. ഇനി ഈ സമയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. നല്ല രൂപത്തിൽ ദുആന് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം. എല്ലാവരും നിങ്ങളുടെ ദുആകളിൽ ഈ വിനീതനായ എന്നെ ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. ഇനി ഒരുപാട് വിഷയങ്ങൾ, സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ മറ്റു ഒരുപാട് വിഷയങ്ങൾ വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം വളരെ ലളിതമായി ഇസ്ലാമിക വിവരങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നാഫി അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു എഡ്ടെക് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിസ്കാരം, വുളു, കുളി, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ലളിതമായി പഠിക്കാൻ പറ്റും. വിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ ഓരോ വിഷയങ്ങളും ഏറ്റവും ലളിതമായി എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ മലയാളത്തിലടക്കം ക്ലാസ് നോട്ട്സുകളൊക്കെ ലഭ്യമായിട്ട് വെബ്സൈറ്റ് വഴി ക്ലാസ് പ്രൊവൈഡ് ചെയ്യാണ്. വളരെ ചുരുങ്ങിയ ചെലവിൽ ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ nafiacademy.com എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതേപോലെ തജ്വീദും അതേപോലെ ഖുർആൻ ഓതിക്കൊണ്ട് തജ്വീദ് നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാക്ടിക്കൽ മോഡൽ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതിലേക്ക് കൂടി ജോയിൻ ചെയ്യാം. അതിന് ഹിക്മ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് നിസ്കാരം പ്രാക്ടിക്കൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് കൂടി ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.